ജോയൽ. ഞാൻ IIT മദ്രാസിലെ ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ഞാൻ എൻ്റെ മോഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സി പ്രോഗ്രാമിലെ അറേസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സി പ്രോഗ്രാമിലെ ഏറ്റവും ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ എളുപ്പവും പിന്നെ ഒരു നല്ല അഡ്വാൻറ്റേജുമായിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ പേരാണ് അറേസ്. അറേസ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം സംതിങ് അറേഞ്ച്ഡ് എന്നാണ്. അപ്പോൾ വാക്ക് തന്നെ പറയുകയാണ്, അല്ല എന്തോ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുന്നിലുള്ള മോഡ്യൂളിൽ നമ്മൾ ലൂപ്പ് എന്താണെന്ന് പഠിച്ചു. ലൂപ്പ് എന്ന് പറയുന്നത് ഒരു സീക്വൻസിലുള്ള എലമെൻസിനെ നമ്മൾ ഒരു പ്രത്യേക ഫംഗ്ഷൻ കൊണ്ട് ഡിഫൈൻ ചെയ്ത് അത് നമ്മൾ റൺ ചെയ്യുകയാണ് ലൂപ്പിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അറേസിൽ നമ്മൾ അതൊന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ സിമിലർ ടൈപ്പിലുള്ള ഡേറ്റാസ് അറേഞ്ച് ചെയ്യാനും പിന്നീട് അത് ഉപയോഗിക്കാനും വേണ്ടിയാണ് നമ്മൾ അറേസ് ഉപയോഗിക്കുന്നത്. അറേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രോഗ്രാം 2-3 പേജ് എഴുതേണ്ടി വരും. പക്ഷേ അറേസ് എന്ന ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് 1 ലൈൻ കൊണ്ടോ 2 ലൈൻ കൊണ്ടോ തീർക്കാം. അതിന് ഒരു നല്ല എക്സാമ്പിളാണ്, നമ്മളിപ്പോൾ സച്ചിൻ തെണ്ടുൽക്കറിനെ എല്ലാവർക്കും അറിയാമല്ലോ. സച്ചിൻ തെണ്ടുൽക്കർ ഒരുപാട് ODIs കളിച്ചിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ റൺസ് ഒരു പ്രോഗ്രാമിൽ എഴുതണം. അതിലൂടെ നമുക്ക് പുള്ളിയുടെ ആവറേജ്, സ്ട്രൈക്ക് റേറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സാധാരണ രീതിയിൽ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ മാച്ചിൻ്റെ റൺസ് എൻ്റർ ചെയ്യണം, പിന്നെ അത് സ്കാൻ ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ അടുത്തത് ചെയ്യണം. അങ്ങനെ നിങ്ങൾ സച്ചിൻ തെണ്ടുൽക്കർ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എഴുതി പോവുകയാണെങ്കിൽ അത് സത്യത്തിൽ ഒരു നീണ്ട പ്രോഗ്രാം ആവും. പക്ഷേ അറേസ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ലൈൻ കൊണ്ട് അത് ഡിഫൈൻ ചെയ്യാനും പിന്നീട് നിങ്ങൾക്ക് വാല്യൂസ് ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഏത് കളിയിലെ റൺസ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് എടുത്തു കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതാണ് അറേസിൻ്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് അറേസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ അറേസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഒരു അറേ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഒരു അറേ ഡിഫൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം അതിൻ്റെ ഡേറ്റ ടൈപ്പ് വേരിയബിൾ എന്താണെന്ന് എഴുതണം. ഡേറ്റ ടൈപ്പ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ആ അറേയിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂസിനെ കുറിച്ചാണ്. അത് ചിലപ്പോൾ ഇൻറ്റിജേഴ്സ് ആവാം, അല്ലെങ്കിൽ
നമ്പേഴ്സ് ആവാം, ഫ്ലോട്ട്സ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ക്യാരക്ടേഴ്സ് ആവാം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഡേറ്റ വേരിയബിൾ ടൈപ്പ്. ആ അറയിൽ നമ്മൾ കൊടുക്കുന്ന സാധനം എന്താണെന്നാണ് നമ്മളിവിടെ പറയേണ്ടത്. പിന്നുള്ളത് പേര്. അറയുടെ പേരാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു സ്കൂളിലെ ലൈബ്രറിയിലെ ബുക്കിൻ്റെ എണ്ണമാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമ്പർ ഓഫ് ബുക്സ് ഒന്ന് കൊടുക്കണം. ഒരു ക്രിക്കറ്റ് കളിയുടെ കൺസാണ് എടുക്കുന്നതെങ്കിൽ അവിടെ കൺസ് എന്ന് കൊടുക്കണം. അതാണ് നെയിംസ് എന്ന് കാണിക്കുന്നത്. പിന്നെ അടുത്തത് അറേ സൈസ്. അറേ സൈസ് എന്ന് പറയുമ്പോൾ ആ അറയിൽ എത്ര എലമെന്റ്സ് വേണം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതിപ്പോൾ നമ്മുടെ യൂസിനനുസരിച്ചിട്ടാണ് നമ്മൾ അറേ സൈസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മളിവിടെ 6 എന്ന് കൊടുത്താൽ 6 എന്ന് കൊടുത്താൽ ഇതിൽ നമുക്ക് 6 എലമെന്റ് ഉള്ള ഒരു അറേ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു അറേസിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതി നോക്കാം. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒരു സ്കൂളിലെ ഒരു കുട്ടിയുടെ മാർക്സിനെ കുറിച്ചാണ്. ഇപ്പോൾ ആ ടീച്ചർ ഇൻഡിജേഴ്സിൽ മാത്രമേ മാർക്സ് കൊടുക്കുന്നു എന്ന് നമ്മൾ കരുതുക. അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം നമ്മൾ ഡേറ്റ ടൈപ്പ് വേരിയബിൾ ഇൻഡിജേഴ്സ് എന്ന് ഡിക്ലെയർ ചെയ്തു. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് അറേയുടെ നെയിമാണ്. അപ്പോൾ ഇവിടെ അറേയുടെ നെയിം എന്ന് പറയുന്നത് മാർക്സ് ആണ്. അപ്പോൾ നമ്മൾ മാർക്സ് എന്ന് കൊടുക്കും. പിന്നുള്ളത് എത്ര എലമെന്റ്സ് വേണമെന്നാണ്. ഇവിടുത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സബ്ജക്ട്സ് ആണ്. അപ്പോൾ അത് 6 ആവാം, 10 ആവാം. അപ്പോൾ നമുക്കൊരു 6 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ അറേയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇൻഡിജേഴ്സ്, പിന്നുള്ളത് മാർക്സ്, പിന്നുള്ളത് 6. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻഡിജർ, ഇവിടെ ഡേറ്റ ടൈപ്പ് വേരിയബിൾ എന്ന് പറയുന്നത് ഇൻഡിജർ, അറേയുടെ നെയിം മാർക്സ്, പിന്നെ അറേ സൈസ് 6. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഒരു ചെറിയ പ്രോഗ്രാം എഴുതി നോക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച അറേസ് ഉപയോഗിച്ചിട്ട് ഒരു കുട്ടിയുടെ മാർക്ക് നമുക്ക് എൻട്രി ചെയ്തിട്ട് അത് ആഡ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം സാധാ പ്രോഗ്രാം എഴുതുന്ന പോലെ include stdio.h. പിന്നെ നമ്മൾ ഇത് നിങ്ങൾ സാധാ പ്രോഗ്രാം എഴുതുന്ന പോലെ int main പിന്നെ നമ്മൾ സെമിക്കോളൻ. ഇനിയാണ് നമ്മൾ നമ്മുടെ അറേസ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടാണ് നമ്മൾ ഈ മോഡ്യൂളിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന സാധനം വരുന്നത്. നമ്മളിവിടെ നമ്മുടെ അറേ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. നമ്മളിവിടെ ആദ്യം നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ ഇവിടെ മാർക്സ് ടീച്ചർ ഇൻഡിജേഴ്സിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡെന്ന് എഴുതുക. പിന്നെ നമ്മൾ നമ്മുടെ അറേ നെയിം, ഇവിടെ നമ്മുടെ അറേ നെയിം എന്ന് പറയുന്നത് മാർക്സ് ആണ്. അതുകൊണ്ട് മാർക്സ് എഴുതുക. പിന്നെ നമ്പർ ഓഫ് സബ്ജക്ട്സ് കൊടുക്കുക. അതിപ്പോൾ നമുക്കൊരു ആർബിട്രറി, പല സിലബസിലുള്ള പല സ്റ്റുഡൻസിന് പല നമ്പർ ഓഫ് സബ്ജക്ട്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ആർബിട്രറി ആയിട്ട് 6 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ അറേ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുക. അത് വേണ്ട. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ അറേ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്കിവിടെ ഇങ്ങനെ ടോട്ടൽ =0 എന്ന് കൊടുക്കണം. ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഇനിഷ്യലി 0 ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ പ്രോഗ്രാം റിയലി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പ്രിന്റ്എഫ് അടിക്കുന്നു. എൻ്റർ ദ മാർക്സ്. പിന്നെ ഇവിടെ നമ്മൾ മാർക്സ് എൻ്റർ ചെയ്തിരിക്കും. ഇവിടെ നമ്മൾ നമ്മുടെ മാർക്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഈ എൻട്രി ചെയ്തേക്കുന്ന ഈ മാർക്കിനെ നമുക്ക് നമ്മുടെ അറയിലേക്ക് കൊണ്ടുപോകണം. അതിനായി ഇവിടെ ഇപ്പോൾ നമ്മൾ നമ്മുടെ മാർക്സ് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എൻട്രി ചെയ്തിരിക്കുന്ന മാർക്ക് നമുക്ക് നമ്മുടെ അറയിലേക്ക് കൊണ്ടുപോകണം. അറയിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ആദ്യം 4 എന്ന് എഴുതുക.
പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇൻറ്റിജേഴ്സ്. പിന്നെ നമ്മൾ ഐ എന്ന് പറയുന്ന ഒരു ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിനെ i<5 അല്ല i<6 എന്ന് കൊടുത്തിട്ട് i++. നിങ്ങൾ ലൂപ്പിൽ പഠിച്ച കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായി ചെയ്യുന്നത് നമ്മൾ ഇതിനെ സ്കാൻ ചെയ്യുകയാണ്. സ്കാൻഎഫ്. ചെയ്യുകയാണ്. അടുത്തതായി നമ്മളിവിടെ ചെയ്യുന്നത് ഇതിനെ സ്കാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെ സ്കാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ വേരിയബിൾ ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് നമ്മൾ %d എന്ന് കൊടുത്തിട്ട് ആരോ കൊടുത്തിട്ട് മാർക്സ് എന്ന് കൊടുക്കുക. നമ്മുടെ അറേ നെയിമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അറേ നെയിം കൊടുത്തു. പിന്നെ നമ്മുടെ എലമെന്റ് നമ്പർ കൊടുക്കണം. അതായത് നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരുന്നു, ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഐ എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വരെ ആയപ്പോൾ തന്നെ നമ്മൾ ഇവിടെ എൻട്രി ചെയ്തിരിക്കുന്ന മാർക്ക് നമുക്കിവിടെ അറയിൽ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇത് ഇങ്ങോട്ട് എടുത്തെഴുതുക. ഫോർ ഇൻറ്റിജറിൻ്റെ ഇൻഡ് i = 0, i<6, പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ടോട്ടലാണ്. അപ്പോൾ ടോട്ടൽ = അടുത്തതായി നമ്മൾ നമ്മുടെ അൽഗോരിതം നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ = ടോട്ടൽ പ്ലസ് ഇവിടെ നമ്മുടെ അൽഗോരിതം നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ = ടോട്ടൽ പ്ലസ് മാർക്സ്. ഇവിടെ നടക്കുന്ന അൽഗോരിതം എന്താണെന്ന് നിങ്ങൾ ലൂപ്പിൽ പഠിച്ച് കാണും. എന്നാലും ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ 6 സബ്ജക്ട്സ് എന്ന് പറയുന്നത് ABC എന്ന് കരുതുക. ഇതാണ് നമ്മുടെ 6 സബ്ജക്റ്റിന്റെ മാർക്ക് എന്ന് കരുതുക. ആദ്യം ഇവിടെ ചെയ്യുന്നത്, ആദ്യത്തെ നമ്മൾ ഇനിഷ്യലി കൊടുത്തത് ടോട്ടൽ 0 എന്നാണ്. അപ്പോൾ 0 പ്ലസ് ഇത് i = 0, i = 1, i = 2, i = 3, i = 4, i = 5. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഇത് ടോട്ടൽ 0 ആണ്. 0യുടെ കൂടെ നമ്മൾ a ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ എയുടെ മാർക്ക് കിട്ടി. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്, ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ടോട്ടലാണ്. അപ്പോൾ ഇവിടെ എ വരും. എയുടെ കൂടെ നമ്മൾ ബി ആഡ് ചെയ്യും, അതായത് i1. അങ്ങനെ ആഡ് ചെയ്ത് ടോട്ടലി വരുന്നത് നമ്മുടെ a+b+c+e+f ആണ്. അങ്ങനെ ഈ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ a+b+c+d+e+f ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രാൻഡ് ടോട്ടൽ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ആവറേജ് അല്ലെങ്കിൽ മാർക്സ് മാത്രം പ്രിന്റ് എടുക്കുകയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അങ്ങനെ ഇവിടെ ഇതാണ് നമ്മൾ ആദ്യമായി ഈ മോഡ്യൂളിൽ ആദ്യമായിട്ട് കാണുന്ന സാധനം. ഇൻഡ് മാർക്സ്. പിന്നെ നമ്മുടെ അറേ സൈസ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതാണ് ഈ മോഡ്യൂളിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ അറേസ് ഉപയോഗിച്ചിട്ട് ഇത്രയിൽ ഒരുപാട് ഫംഗ്ഷനുകൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ് കാണിച്ചത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറേസിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അടുത്തതായി നമ്മൾ ചെയ്യുന്നത്, ഒരു അറയിൽ നിന്ന് നമ്മൾ എൻട്രി ചെയ്ത ഒരു അറയിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഒരു ഡേറ്റ നമുക്ക് തിരികെ വേണം. അതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു അറേ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഡേറ്റ വേരിയബിൾ, ഫോർ എക്സാമ്പിൾ ഇൻഡ്
വാട്ട് യു സേ, മാർക്സ് തന്നെ എടുക്കാം. ഇവിടെ നമ്മളൊരു അറേ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇൻറ്റീജേഴ്സ്, മാർക്സ്, 6 സബ്ജക്റ്റിൻ്റെ മാർക്സ്. അപ്പോൾ നമുക്കിതിൻ്റെ മൂന്നാമത്തെ സബ്ജക്റ്റിൻ്റെ മാർക്സ് നമുക്ക് വേണം. അപ്പോൾ അറേ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അറേയിൽ ഇങ്ങനെ 6 സബ്ജക്റ്റ് നമ്മൾ ഇത് ചെയ്തു. എ, ബി, സി, ഡി, ഇ, എഫ്. അറേയിൽ നമ്മൾ 6 നമ്പർ ഓഫ് എലമെന്റ്സ് നമ്മളിവിടെ 6 കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇത് അറേയിൽ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ കൗണ്ട് ചെയ്യപ്പെടുന്നത് 0, 1, 2, 3, 4, 5. അതായത് അതാത് എലമെന്റിന്റെ കറസ്പോണ്ടിങ് നമ്പറിന്റെ 1 കുറയ്ക്കുമ്പോഴാണ് അറേയിലെ പൊസിഷൻ നമുക്ക് കിട്ടുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് ഇപ്പൊ ബി ഇവിടുത്തെ സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. പക്ഷെ അത് അറേയിൽ നമ്മൾ എഴുതുമ്പോൾ 1 എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ഡിയുടെ നമ്പർ വേണമെന്ന് വെച്ചു. ഡിയുടെ മാർക്സ് നിങ്ങൾക്ക് വേണം. ഈ ഡിയുടെ ആക്ച്വൽ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. പക്ഷെ അത് മാത്രമായി വേണ്ടി വരുമ്പോൾ നമ്മൾ printf, സിൻസ് അതൊരു നമ്പർ ആയതുകൊണ്ട് ഡി, പിന്നെ നമ്മൾ അറേയിലേക്ക് പോകുന്നു, മാർക്സ്. അപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത് ഐ എന്ന് കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ ഐ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പർട്ടിക്കുലർ ഇതിന്റെ ഇത് മാത്രം കൊടുത്താൽ മതി. ഇവിടെ ഐ എന്ന് പറയുന്നത് ഡിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 3 ആണ്. അങ്ങനെ നമ്മൾ ഒരു കറസ്പോണ്ടിങ് എലമെന്റിന്റെ നമ്മളതിനെ ഒരു വലിയ ഡേറ്റയിൽ നിന്ന് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്തത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് അറേയുടെ ഏറ്റവും വലിയ ഉപയോഗങ്ങൾ കാണാം. ഇങ്ങനെ ഒരുപാടുള്ള ഡേറ്റാസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്റ്റോർ ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ലൈൻ മാത്രം എഴുതിക്കൊണ്ട് തന്നെ നിങ്ങൾക്കതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനും പിന്നെ കാണാനും ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് printf ഡി നമ്പർ ആയതുകൊണ്ട് മാർക്സ് 3. ഇവിടെ ഡി എന്ന് പറയുന്ന ടേമിൻ്റെ ഐ ആണ് 3. കാരണം നമ്മൾ ഇങ്ങനെയാണ് സാധാരണ അറേസ് ഡിഫൈൻ ചെയ്യുന്നത്. ഐ = 0, പിന്നെ നമ്മുടെ അറേ സൈസിന്റെ ലെസ്സാൻ കൊടുത്തിട്ട് ഇവിടെ 6 എന്ന് കൊടുത്തു, പിന്നെ i++. ഇത് നിങ്ങൾ ലൂപ്പിൽ പഠിച്ച കാര്യമാണ്. അതുകൊണ്ട് നോർമലി 0, 1, 2, 3, 4, 5 എന്ന രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് അതായത് ടേമിന്റെ -1 ആണ് അതിന്റെ ഐ. അതുകൊണ്ട് നമുക്ക് ഡിയുടെ മാർക്സ് വേണ്ടത് കൊണ്ട് നമ്മൾ ഡിയുടെ നമ്പർ 4 ആണ്. പക്ഷെ അതിന്റെ ഐ എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് n-1 ഇവിടെ n എന്ന് പറയുന്നത് n-1 ഇവിടെ n എന്ന് പറയുന്നത് 4 ആണ്. n-1 എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഫൈൻ. നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറേസ് ആണ്. ഇവിടെ അറേസിനെ സാധാരണ 2ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് 1D അറേസ്, രണ്ടാമത്തേതെന്ന് പറയുന്നത് 2D അറേസ്. 1D അറേസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ട എക്സാമ്പിൾസ് രണ്ടും 1D അറേസ് ആണ്. അതായത് 1D അറേസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ, 1D അറേസ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പോ അതോ ഒരെണ്ണത്തിനെ കറസ്പോണ്ട് ചെയ്യുന്ന വാല്യൂസ് മാത്രമാണ് നമ്മൾ അറേയിൽ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിനെ 1D എന്ന് വിളിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് 2D അറേസ്. 2D അറേസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു മെട്രിക്സ് എന്താണെന്ന് നമുക്കറിയണം. മെട്രിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്.
ഇത് നത്തിങ് ബട്ട് നമ്മൾ നമ്പേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ സാധാരണ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഇങ്ങനെ കോളംസ് കാണും, ഒരു n കോളംസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഒരു m റോസും ഇങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള n കോളവും m റോസും ഉള്ള ഒരു മെട്രിക്സിനെ നമ്മൾ m ഇൻറ്റു n എന്ന മെട്രിക്സ് എന്ന ഫോമിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 2D അറേസ് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മെട്രിക്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് 2D അറേസിലേക്ക് പോകാം. 2D അറേസ് എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ അതോ അതിൽ കൂടുതൽ ടൈപ്സ് ഓഫ് വാല്യൂസിൻ്റെയോ അതായത് കറസ്പോണ്ട് ചെയ്യുന്ന സെയിം ടൈപ്സ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ 2D അറേസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ നമുക്ക് 2 കുട്ടികളുടെ മാർക്ക് കമ്പയർ ചെയ്യണം. അപ്പോൾ 1D അറേസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സമയത്ത് ഒരാളുടെ മാർക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ 2D അറേസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെയും ഇവിടെ രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെയും മാർക്ക് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു ക്ലാസ്സിലെ കുട്ടികളിലെ ആണെങ്കിൽ ഒന്നാമത്തെ സ്റ്റുഡൻറ്റ്, രണ്ടാമത്തെ സ്റ്റുഡൻറ്റ്, മൂന്നാമത്തെ സ്റ്റുഡൻറ്റ്, നാലാമത്തെ സ്റ്റുഡൻറ്റ് എന്നിങ്ങനെയെല്ലാം നമുക്ക് എഴുതി പോകാം. അതുകൊണ്ട് 2D അറേസിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ 1D അറേസിനെ പറയാം. കാരണം ഒരാളെ മാത്രം കൺസിഡർ ചെയ്യുമ്പോഴുള്ള സാധനമാണ് 1D അറേസ്. അപ്പോൾ ഇനി 2D അറേസിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഒരു 1D അറേയുടെ നൊട്ടേഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചിരിക്കുകയാണ്. അതെന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഡേറ്റ ടൈപ്പ് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് അതിന് ഒരു പേര് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നമ്പർ ഓഫ് എലമെന്റ്സ് കൊടുക്കുന്നു. ബട്ട് ഇൻ 2D അറേസിൽ നമ്മൾ ഒരു അറേ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ കാര്യം മാത്രം എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ഒരു ചെറിയ കാര്യം മാത്രം നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മളിവിടെ കൊടുക്കേണ്ടത് നമ്പർ ഓഫ് കോളംസിൻ്റെയും നമ്പർ ഓഫ് റോയുടെയും എണ്ണമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ബോക്സ് കൂടെ വരും. അതിൽ നമ്മുടെ മെട്രിക്സ് സൈസ് ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യേണ്ടത്. ഇറ്റ് ഗോസ് ലൈക്ക് ദിസ് വേ. ഇവിടെ എന്നും ഇവിടെ എമ്മും ഇവിടെ എന്നുമുള്ള, അപ്പോൾ ഇവിടെ ഇങ്ങനെ MN നമ്മൾ ടൈപ്പ് ചെയ്യും. n കോളംസ് ഉള്ളതും m റോസുമുള്ള ഒരു മെട്രിക്സിൻ്റെ ഈ ഫോമാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. നമുക്ക് 2D അറേസിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് പോകാം. A എന്നും B എന്നും പേരുള്ള 2 സ്റ്റുഡൻസിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അവർക്ക് കിട്ടിയ മാർക്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 4 സബ്ജക്റ്റ് ഉണ്ടെന്ന് കരുതുക. 1, 2, 3, 4 A, B. ഇപ്പോൾ A ഫസ്റ്റ് സബ്ജക്റ്റിൽ 90 മാർക്ക് മേടിച്ചു, 100. സെക്കൻഡ് സബ്ജക്റ്റിൽ 87, പിന്നെ 82, 93. ബിയോ അതേസമയം 98, 79, 81, 94. ഇത് അവരുടെ ഫസ്റ്റ് ടേം അഥവാ ഫസ്റ്റ് ക്വാർട്ടറിൽ നടന്ന ഒരു പരീക്ഷയാണെന്ന് കരുതുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് എയുടെയോ ബിയുടെയോ ഇന്ന ടേമിലെ ഇന്ന സബ്ജക്റ്റിന്റെ മാർക്സ് എത്രയാണെന്ന് നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ printf ഈ അതാത് പൊസിഷൻ ഇവിടെ ഇങ്ങനെ printf %d മാർക്സ്, പിന്നെ നമുക്കിവിടെ വേണ്ടത് നമ്മുടെ പൊസിഷൻ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുക.
പൊസിഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ അതിനെ കറസ്പോണ്ട് ചെയ്യുന്ന മാർക്ക് നമുക്ക് വിസിബിൾ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വലിയ ഡേറ്റാസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് പെട്ടെന്ന് കിട്ടാൻ ഉപയോഗമാണ്. അത് മാത്രമല്ല 2D അറേസിൻ്റെ ഉപയോഗം ഇനിയുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത് അവർക്ക് ഫസ്റ്റ് ടേമിൽ കിട്ടിയ മാർക്കാണെന്ന് കരുതുക. ഇതുപോലെ തന്നെ അവരുടെ സെക്കൻഡ് ടേമിലെ മാർക്കും നമുക്ക് എഴുതാം. അത് AB, A 66, 100, 90, 85. അതേസമയം B 97, 72, 83, 94. അപ്പോൾ ഇത് അവരുടെ സെക്കൻഡ് ടേമിലെ മാർക്കാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് 2 ടേമിലെ മാർക്ക് ആഡ് ചെയ്യണം. ഇതിപ്പോൾ ഒരു ചെറിയ ഡേറ്റ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് മാനുവലി തന്നെ ചെയ്യാമായിരിക്കും. പക്ഷെ അത് ഒരു വലിയ ഡേറ്റ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം എഴുതിയിട്ട് അതിൽ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 അറേസ് നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഒറ്റ അറേയുമായിട്ട് കിട്ടും. AB ഉള്ള 4 സബ്ജക്ട്സും ഉള്ള അതിൽ ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും മാർക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒരു അറേ നമുക്ക് കിട്ടുന്നതായിരിക്കും. ദാറ്റ് ഈസ് വിച്ച് ഇസ് മോർ യൂസ്ഫുൾ, ഐ തിങ്ക് സോ. ഇത് മാത്രമല്ല, മാർക്സ് ആഡ് ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പോൾ ക്രിക്കറ്റ് സ്കോറിൻ്റെ കാര്യമായാലും നമുക്കത് ചെയ്യാവുന്നതാണ്. ഇവിടെ സച്ചിൻ എടുത്ത സ്കോറും ഇവിടെ സേവാഗ് എടുത്ത സ്കോറും അവർ ഓസ്ട്രേലിയക്കെതിരെ കളിച്ചപ്പോഴും പാകിസ്ഥാനെതിരെ കളിച്ചപ്പോഴുമുള്ള റൺസ് നമുക്ക് നോക്കാം. എന്നിട്ട് 2 സീരീസിലും ആരാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയതെന്നും ഏത് കളിയിലാണ് ഏറ്റവും കൂടുതൽ നേടിയതെന്നും ഒക്കെ നമുക്ക് നോക്കാം. അതൊക്കെ ഇന്ത്യൻ ടീം സെലക്ടേഴ്സിനൊക്കെ നല്ല ഉപയോഗമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി ഒരു 2D അറേസിൻ്റെ ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതുവരെ പഠിച്ച കാര്യമല്ല ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അറേസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സിയിൽ ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റ് ഫങ്ഷനാണ് അറേസ്. അറേസ് ഉപയോഗിച്ചിട്ട് വളരെ വലിയ പ്രോഗ്രാംസ് നമുക്കൊരു ചെറിയ ലിങ്കിൽ എഴുതാം. നമ്മൾ അറേസിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഡേറ്റ വേരിയബിൾ ഏതാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. പിന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡേറ്റ വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ അറേ നെയിം നമ്മൾ ഡിഫൈൻ ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു അറേ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റാസ് അതിൽ എൻ്റർ ചെയ്യാം. പിന്നെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു അറേസിൽ നിന്ന് ഒരു വാല്യൂ കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം printf കൊടുക്കുക, %d, പിന്നെ നമ്മുടെ ഈ അറേയുടെ നെയിം കൊടുക്കുക. പിന്നെ ഇവിടെ കൊടുക്കേണ്ടത് അത് എത്രാമത്തെ ടേം ആണോ അത് -1 എന്ന് നമ്മൾ കൊടുക്കുക. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് i0 തൊട്ട് i<n i++ എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് i0 തൊട്ട് 1 2 3 n-1 വരെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് n-1. അതുകൊണ്ട് നമ്മൾ അതും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് അറേസിനെ കുറിച്ച് ചർച്ച ചെയ്തായിരുന്നു. 1D അറേസും ആൻഡ് 2D അറേസ്. ഇപ്പോൾ 1D അറേസിലാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. 2D അറേസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതെന്ന് പറയുന്നത് ഒരു മെട്രിക്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു മെട്രിക്സ് ആണ്. 2D അറേസ് ഈസ് മോർ യൂസ്ഫുൾ ദാൻ 1D അറേസ്. അല്ലെങ്കിൽ 2D അറേസിൻ്റെ ഒരു കേസായിട്ട് തന്നെ 1D അറേ പറയാം. അതിലൊരു കോളം മാത്രമുള്ള ഒരു 2D അറേയാണ് നമ്മൾ 1D അറേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നല്ല ഉപയോഗമുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഒരു 2D അറേയുടെ ഒരു സ്ലൈഡ് കാണാം. അപ്പോൾ നമ്മൾ സ്ലൈഡിലേക്ക് കടക്കുകയാണ്. സ്ലൈഡിൽ നിന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2 പ്രോഗ്രാംസ് ആണ്. അതിൽ ഒന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ടു പ്രിന്റ് എ നെയിം ടു റീപ്ലേസ് ദ വവൽസ് വിത്ത് സ്പേസ് ഇൻ എ ഗിവൺ സ്ട്രിങ്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം നമ്മളിങ്ങനെ എഴുതി തുടങ്ങിയാണ്. അത് നോർമലി നമ്മൾ #include std io h in main അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് പിന്നെ നമ്മുടെ ഭാഗം വരുന്നത് എല്ലാം ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വരുമ്പോൾ for int i = 0 string
ബ്രാക്കറ്റിൽ I is equal to bar 0 I പ്ലസ് പ്ലസ് അങ്ങനെ പോയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓരോ കേസുകൾ നമ്മൾ അസൈൻ ചെയ്യുക. അപ്പോൾ വവൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് വവലുള്ളത് AEIOU ആണ്. അപ്പോൾ നമ്മൾ ഇത് അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, അത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ആകാം. അപ്പോൾ നമ്മൾ രണ്ട് കേസും നമ്മൾ അതിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ കേസ് ക്യാപിറ്റൽ എ, കേസ് സ്മോൾ എ, കേസ് ക്യാപിറ്റൽ ഇ, കേസ് സ്മോൾ ഇ, കേസ് ക്യാപിറ്റൽ ഐ, കേസ് സ്മോൾ ഐ, കേസ് ഒ, കേസ് സ്മോൾ ഒ, കേസ് ക്യാപിറ്റൽ യു, കേസ് സ്മോൾ യു, പിന്നുള്ളത് സ്ട്രിങ് ഐ ഇസ് ഈക്വൽ ടു, പിന്നെ നമ്മളവിടെ ബ്രേക്ക് കൊടുത്തു, പിന്നുള്ള സെമിക്കോളൻ. ഇനി നമ്മൾ പ്രിൻ്റ് എഫ്, അവിടെ നമ്മൾ ന്യൂ സ്ട്രിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ സ്ട്രിങ് ഇതാണെന്ന് നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ പ്രോഗ്രാമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ആ പ്രോഗ്രാമിൽ അത് എളുപ്പമാണെന്ന് തോന്നുന്നു. ഇനി രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കാൽക്കുലേഷൻ ഓഫ് 2 മെട്രിക്സസ്. അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, മെട്രിക്സിൻ്റെ സൈസ് നമ്മൾ നേരത്തെ ഫിക്സഡ് ആയിരിക്കണം. നമ്മൾ റാൻഡം ഇത് ചെയ്യാനൊക്കില്ല, കാരണം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ മെട്രിക്സിൻ്റെ സൈസ് നേരത്തെ ഫിക്സഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ സാധാ ഒരു പ്രോഗ്രാം എഴുതുന്ന പോലെ ഹാഷ് ഇൻക്ലൂഡ് stdioh ഇൻഡ് മെയിൻ, പിന്നെ താഴോട്ട് വന്നിട്ട് നമ്മൾ അടുത്ത ചെയ്യുന്നത് മെട്രിക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ 3 മെട്രിക്സാണ് ഡിഫൈൻ ചെയ്യേണ്ടത്, A, B, C. എയും ബിയും എന്ന് പറയുന്നത് നമ്മൾ സം ചെയ്യേണ്ട മെട്രിക്സ് ആണ്. സി എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടേണ്ട മെട്രിക്സ് ആണ്. അപ്പം അതും ഡിഫൈൻ ചെയ്യേണ്ടതാണ്. പിന്നെ അടുത്തതായി നമ്മൾ ചെയ്യുന്നത് അതിൽ IJ വേരിയബിൾ, അതൊക്കെ നോർമൽ തിങ്സ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് മാട്രിക്സ് എൻ്റർ ചെയ്യാൻ പറയുകയാണ്. ഫസ്റ്റ് മാട്രിക്സ് നമ്മൾ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അത് ഡിഫൈൻ ചെയ്യണം. ഫോർ I is equal to 0, I less than 2, പ്ലസ് പ്ലസ് I. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഫോർ J is equal to 0, J less than 2, പ്ലസ് പ്ലസ് J എന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ സ്കാൻ ചെയ്യിപ്പിക്കണം. ആ മെട്രിക്സ് അപ്പോൾ നമുക്ക് സ്കാനായി കിട്ടിയിരിക്കുകയാണ്. പിന്നെ അടുത്തതായി ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെ മെട്രിക്സ് നമ്മൾ എൻ്റർ ചെയ്യണം. അത് ഒന്നാമത് ചെയ്ത പോലെ സെയിം പ്രൊസീജിയർ. അതിന് ഫോർ I is equal to 0, I less than 2, പ്ലസ് പ്ലസ് I. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ജെയുടെ കാര്യത്തിൽ ഫോർ J is equal to 0, J less than 2, പ്ലസ് പ്ലസ് J. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഐയും ജെയും നമ്മൾ മെട്രിക്സ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മെട്രിക്സിനെ സ്കാൻ ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുകൂടെ നമ്മൾ റിസൾട്ടൻറ്റ് C നമ്മളിനി അവിടെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി I is equal to 0, I less than 2, പ്ലസ് പ്ലസ് I. പിന്നെ ചെയ്യുന്നത് ഫോർ J is equal to 0, J less than 2, പ്ലസ് പ്ലസ് J. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ C എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. C എന്ന് പറയുമ്പോൾ A മെട്രിക്സിൻ്റെയും B മെട്രിക്സിൻ്റെയും സമ്മാണ്. അതായത് മെട്രിക്സ് സിമ്പിൾ നിങ്ങൾക്കറിയാമല്ലോ. ഒരു നോർമൽ മെട്രിക്സിനെ നമ്മൾ ഇടുമ്പോൾ IJ എന്നാണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം CIJ ഈസ് ഇക്വൽ ടു BIJ പ്ലസ് AIJ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, പിന്നെ ചെയ്യേണ്ടത് സം ഓഫ് ദി പ്രിൻസ് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കിട്ടിയേക്കുന്നത് C ആണ്. പിന്നെ നിങ്ങളത് ചെയ്യേണ്ടത് അതിനെ പ്രിൻ്റ് എഫ് ചെയ്യുക. പ്രിൻ്റ് എഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് സം ഓഫ് മെട്രിക്സ് എന്നോ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുക. ദെൻ ഓക്കെ, ദെൻ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക. ഇത്രമേ ഉള്ളൂ സം ഓഫ് 2 മെട്രിക്സ്. സം ഓഫ് 2 മെട്രിക്സിന് ഒരുപാട് ഉപയോഗമുണ്ട്. ഞാൻ സ്ലൈഡിൽ പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ 2 ടേമിലെ മാർക്ക് ആഡ് ചെയ്യുക, 2 കുട്ടികളുടെ 2 ടേമിലെ മാർക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 2 കളിക്കാരുടെ 2 സീരീസിലെയോ 2 ടൂർണമെൻറ്റിലെയോ റൺസ് ആഡ് ചെയ്യുക. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള കാര്യമാണ്. അങ്ങനെ സി പ്രോഗ്രാമിലെ ഇൻട്രസ്റ്റിംഗായ ഒരു പോർഷനായ അറേസ് ഇവിടെ തീരുകയാണ്. ഏവർക്കും എൻ്റെ സ്ലൈഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ പേര് ജോയൽ ജോസ് വർഗീസ്.